Hello, welcome to market discussion of the day. Today, February 21st, 2025, Friday ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മുടെ പുതിയൊരു ബാച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും നമ്മളുടെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, ഇന്നത്തെ ദിവസം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ടോട്ടലി നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, നമുക്ക് വേറെ പ്രത്യേകിച്ച് വലിയൊരു ഫണ്ടമെൻ്റൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ എല്ലാ വീക്കെൻഡിലും നമ്മൾ പറയുന്നത് പോലെ അടുത്ത ആഴ്ച നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമ്മൾ GDP വീക്കാണ്. കാരണം GDP അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് US നിന്ന്. സോ അടുത്ത ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 UK ടൈമിംഗ് 1:30 ഈ GDP അനൗൺസ്മെൻറ്റ്. ബുധനാഴ്ച അല്ല, വ്യാഴാഴ്ചയാണ് 1:30 GDP അനൗൺസ്മെൻറ്റ് വരുന്നത്. സോ ആ സമയത്ത് അടുത്ത വ്യാഴാഴ്ച ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു ദിവസങ്ങളിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ബാക്കി ന്യൂസുകൾ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു ദ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ടെക്നിക്കൽ സൈഡ് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മൾ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. റഷ്യ US തമ്മിലുള്ള ഒരു മീറ്റിംഗ് സൗദി അറേബ്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം US ഉക്രൈനും തമ്മിലുള്ളൊരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പ്രസ് കോൺഫറൻസോ ഒന്നും അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലെന്താ നടന്നതെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. സോ അത് മാത്രമല്ല, അടുത്ത ആഴ്ചത്തെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ ലീഡേഴ്സും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ളൊരു മീറ്റിംഗ് അടുത്ത ആഴ്ച നടക്കുന്നുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീക്കാണ്. അതുകൊണ്ടിട്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീക്കാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്ത് പോവുക. ഉറപ്പായിട്ടും ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചു പോവുക എന്നുള്ളതാണ്. ഓക്കെ, അതുമാത്രമല്ല, താരിഫുകൾ പല രാജ്യങ്ങൾക്കും ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന താരിഫുകൾ അതെല്ലാം മാർച്ച് 12 താരിഫുകളെല്ലാം നിലവിൽ വരുന്നത്. സോ അതൊക്കെ എങ്ങനെയായിത്തീരും എന്നൊന്നും അറിയില്ല. അതെല്ലാം ആക്ച്വലി ഗോൾഡിലാണ്. അതിൻ്റെ എല്ലാം ഒരു പ്രഷർ ഗോൾഡിലായിരിക്കും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്കിയുള്ള കറൻസി പെയറിലോ ഒന്നും അല്ല, ഗോൾഡിലായിരിക്കും കൂടുതൽ അത് കാണാൻ പറ്റുന്നത്. സോ നമ്മൾ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമ്മൾ JPY പറയുകയാണെന്നുണ്ടെങ്കിൽ JPY ഇപ്പോൾ നിൽക്കുന്നത് 150.478 ആ ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. ഇന്നലെ നമ്മൾ 150 ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 149.50 താഴെയായിട്ടാണ് 6.0 താഴെയായിട്ടാണ് സ്റ്റോപ്പ് ലോസ് ഇടാൻ പറഞ്ഞത്. സോ 5.0 4.0 സ്റ്റോപ്പ് ലോസ് ഇട്ട ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയിട്ടുണ്ട്. എൻ്റെയും സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി. ഞാൻ ആക്ച്വലി സ്റ്റോപ്പ് ലോസ് ഇട്ടത് 149.30 സോ പ്രീവിയസ് ലോ എന്ന് പറഞ്ഞത് 149.40 ആയിരുന്നു. സോ ഞാൻ ഒറ്റ $1 മാത്രമേ സ്റ്റോപ്പ് ലോസ് ഇട്ടുള്ളൂ. അതുകൊണ്ടിട്ടാണ് ആക്ച്വലി എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയത്. ഈവൻ ഒരു $2-3 ഞാൻ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകത്തില്ലായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ ഇനി നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ നമ്മൾ പറയും, കറൻസി പെയറിലാണെങ്കിൽ $2-3 താഴെ ഇടുക. ഗോൾഡിലാണെങ്കിൽ നമ്മൾ പറയുന്നതിൻ്റെ ഒരു $5-6 താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാൻ എന്നുള്ള കാര്യം ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എന്താ പറയുക, പല ആൾക്കാരും സ്റ്റോപ്പ് ലോസ് ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു കറക്റ്റ് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടായിരുന്നു. എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും നമ്മൾ പറയുന്നതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് ഇടാതെ അവിടെ നിന്നൊരു 3-4 അക്കോർഡിംഗ് ടു ദ കറൻസീസ് നമ്മളത് ഏതാണോ പെയർ അതനുസരിച്ച് നമ്മളത് ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് JPY ചെയ്യാനുള്ളത്, JPY ഇനിയും നമുക്ക് 150 കിട്ടിയാൽ, കാരണം ഇന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഇതാണ് ഏഷ്യൻ ഓപ്പണിംഗ്. ഏഷ്യൻ ഓപ്പണിംഗ് ഏഷ്യയിൽ കൂടുതൽ വോളിയം വരുന്നത് ഇന്ത്യൻ ടൈമിംഗ് 7:30 അപ്പോൾ ഇതാണ് 7:30 ക്യാൻഡിൽ. ഇന്ത്യൻ ടൈമിംഗ് 7:30 ക്യാൻഡിലാണിത്. ഇത് നമുക്ക് 150 മുകളിലായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ യൂറോപ്പ് ഓപ്പണിംഗ് ടൈമിംഗ് ആണ്. ഇപ്പോൾ യൂറോപ്പ്
ഓപ്പൺ ചെയ്തതും ആക്ച്വലി 150-ന്റെ മുകളിലായിട്ടാണ് യൂറോപ്പ് ഓപ്പൺ ആയത്. അത് മാത്രമല്ല ഏഷ്യ ക്ലോസ് ആയിട്ടുള്ളത് 150-ന്റെ മുകളിലായിട്ട് ആയതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 150-ന്റെ മുകളിലായിട്ട് നമുക്കൊരു നല്ലൊരു ബൈ പോയിന്റ് ഉണ്ട്. ഇന്നലത്തെ ലോയുടെ താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. കാരണം സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്യാൻ പാടില്ല. കാരണം 150-ന്റെ താഴെയായിട്ട് നമ്മൾ മാർക്കറ്റ് 149 അതിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് പുതുതായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ അത് 140-ലോട്ടുള്ളൊരു പോക്കായിരിക്കും മാർക്കറ്റിൻ്റെ. സോ അതുകൊണ്ടിട്ട് നമ്മളത് കൺസിഡർ ചെയ്ത് തന്നെ മാർക്കറ്റിൽ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, സോ അതാണ് എനിക്ക് JPYയിൽ പറയാനുള്ള. JPYയിൽ 150 എന്നുള്ളൊരു ബൈ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 154 വരെ ആണ് നമുക്ക് ആ ഒരു ടേക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയ ഒരു ലോങ്ങർ ടേമിൽ 154 നിന്നാണ് നമുക്ക് JPY എന്നൊരു നല്ലൊരു സെൽ പൊസിഷൻ കിടക്കുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു യൂറോ ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.0400 അടുത്ത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം എന്നുള്ള കാര്യം. അങ്ങനെ മെനഞ്ഞാന്ന് രാത്രിയിൽ, ഇവിടുത്തെ രാത്രിയാണ് കേട്ടോ, 1.0400 അടുത്തായിട്ട് നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഓൾമോസ്റ്റ് ഒരു 1000 പിപ്പിൻ്റെ മുകളിലായിട്ട് 1000 പിപ്പോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ലോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് $1000 വരെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും റീട്രേസ് ചെയ്ത് താഴോട്ട് പോയി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1.04712 ഓക്കെ, സോ വീണ്ടും നമുക്ക് 1.0400 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അത് മാത്രമല്ല 1.0500 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് മാർക്കറ്റ് കണ്ടീഷൻസിൽ മാർക്കറ്റ് മുകളിലാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. അതൊരു ലോങ്ങർ ടേമിൽ 1.0800 വരെ ഒരു ലോങ്ങർ ടേമിൽ പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയുമാണ് യൂറോയിൽ പറയാനായിട്ടുള്ളത്. അത് മാത്രമല്ല റഷ്യ-ഉക്രൈൻ വാറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അടുത്ത ആഴ്ചത്തെ ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ ലീഡേഴ്സുമായിട്ടുള്ള മീറ്റിങ്ങിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, ഉറപ്പായിട്ടും യൂറോയിലൊരു പ്രഷർ ഉണ്ടാവും. യൂറോയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ ലോട്ടുകൾ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഓക്കെ, അതേപോലെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.26520 നമുക്ക് GBP ഒരു കാരണവശാലും സെല്ലബിൾ പ്രോഡക്റ്റ് അല്ല, നമ്മൾ എപ്പോഴും പറയാറുണ്ട്. GBP മെനഞ്ഞാന്ന് ബൈ ചെയ്തിട്ടുള്ള 1.2600 ബൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഓൾമോസ്റ്റ് 70 പിപ്പ് വരെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ വീണ്ടും നമുക്ക് 1.2600 കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ബൈ ചെയ്യുക. ബെറ്റർ ബൈ പോയിന്റ് ഉറപ്പായിട്ടും 1.2500 തന്നെയാണ്. അവിടുന്ന് കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് നല്ല ലോട്ട് എടുത്ത് വേണമെങ്കിൽ ബൈ ചെയ്ത് പോകാവുന്നതാണ്. ഇപ്പോൾ 1.2600 ബൈ ചെയ്യുന്ന ആൾക്കാർ 1.2560 താഴെയായിട്ട് ഒരു $2 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ള കാര്യം മറക്കാതെ ചെയ്യുക എന്നുള്ള കാര്യം കൂടെ മനസ്സിൽ വെക്കുക. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഭയങ്കരമായ എന്താ പറയുക ചാഞ്ചാട്ടമാണ്. ഇന്ന് രാവിലെ മാർക്കറ്റ് 2950 വരെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ക്യാൻഡിൽ താഴെ പോയി, ഒരു ക്യാൻഡിൽ 2916 വരെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം 2930 അവിടെയൊക്കെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ മിക്ക ആൾക്കാരുടെയും സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ട്. സോ അത് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 30 അവിടെ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ 17 താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് വെക്കാനെന്ന്, 18 താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് വെക്കാനെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 18 താഴെ എന്ന് പറയുമ്പം മിനിമം ഒരു $3-4 താഴെ ആയിട്ട് വേണം സ്റ്റോപ്പ് ലോസ് വെക്കാൻ. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് അപ് ട്രെൻഡ് ആയതുകൊണ്ടിട്ട് തന്നെ 2930 മുകളിൽ അടുത്ത മാർക്കറ്റ് ഓപ്പണിങ്ങിന് 1 അവർ ക്യാൻഡിൽ മുകളിലാണെങ്കിൽ അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. 2915 താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട്. 15 താഴെ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ് എവിടെ വെക്കണം എന്നുള്ളത്. നിങ്ങളുടെ ഇക്വിറ്റി എത്രയാണ് അതൊക്കെ വെച്ചിട്ടാണ് 15 താഴെയായിട്ട് വെക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഒരു എക്സാക്റ്റ് നമ്പർ പറയാത്തത്. ഓക്കെ, സോ കാരണം എൻ്റെ ക്യാപിറ്റലും പല ആൾക്കാർ ഇത് കാണുന്ന ആൾക്കാരുടെ ക്യാപിറ്റലും വ്യത്യാസമുണ്ട്, അവരുടെ ഇക്വിറ്റി വ്യത്യാസമുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്.
ഓക്കെ, സോ ബൈ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഗോൾഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യം വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു. അടുത്തൊരു ഓപ്പണിംഗ്, അടുത്ത 1 അവർ ക്യാൻഡിൽ 2930 മുകളിലായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ. സോ ഇതാണ് ആക്ച്വലി ഇനി ഈ ഗോൾഡിനകത്ത് പറയാനുള്ള ഗോൾഡിൻ്റെ റേഞ്ച്. ഇന്നത്തെ റേഞ്ച് വന്നിട്ട് 2920 to 2980 വരെയുള്ള ഒരു വലിയൊരു മൂവ്മെൻറ്റ് വരെ സംഭവിക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഗോൾഡ് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഓക്കെ, അത് മാത്രമല്ല എന്താ പറയുക, അടുത്തൊരു മാർച്ചൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഈ 2980 ഒരു ഉറപ്പായിട്ടും അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷേ ഈ റെസിസ്റ്റൻസ് ചിലപ്പം അതൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടൊക്കെ പോകാം. 3000 എന്നൊക്കെ പറയാം, അവിടെ റെസിസ്റ്റൻസ് പോലും ഉണ്ടാവാതെ ചിലപ്പോൾ 3200 വരെയൊക്കെ പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ 3200 വരെയൊക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഉണ്ടായി താഴോട്ട് മാർക്കറ്റ് പോകുന്നത്. വേറൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ. കാരണം മാർച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, എന്താണ് പല രാജ്യങ്ങൾക്കും ഏർപ്പെടുത്താൻ പോകുന്ന താരിഫിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം അതൊക്കെ അൺസർട്ടനിറ്റിയാണ്, അതൊക്കെ പ്രഷർ കൊണ്ടുവരുന്നത് ഗോൾഡിലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും നമ്മളുടെ പുതിയ ബാച്ചിൽ, അടുത്ത ബാച്ചിൽ കയറണം എന്നുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. വൈകുന്നേരം 7:30 മണിക്കും 10 മണിക്കുമായിട്ട് 2 മലയാളം ബാച്ചായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് എന്താ പറയുക, മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ടും മാർക്കറ്റ് ഒരു വോളറ്റൈൽ സിറ്റുവേഷനിലാണ്. എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കാര്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. കാര്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കുന്നുണ്ട്. ഇതെല്ലാം സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് 1916 വരെ മാർക്കറ്റ് പോയത് അല്ലേ. സോ അത് മനസ്സിലാക്കുക, അതനുസരിച്ച് സ്റ്റോപ്പ് ലോസുകൾ വെക്കുക. സ്റ്റോപ്പ് ലോസ് വെക്കാൻ നേരത്ത് നല്ല രീതിയിൽ ആലോചിച്ച് തന്നെ വെക്കുക. കാരണം 2930 എന്നുള്ള ബൈക്കിടെ അവിടെ നിന്നൊരു $15 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് $30 എങ്കിലും മുകളിലോട്ട് മാർക്കറ്റ് പോകണം അല്ലേ. സോ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കാനും എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യാനും എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് വീക്കെൻഡിൽ കാണാം, ഇല്ലെങ്കിൽ നമുക്ക് മൺഡേ കാണാം. അതായത് വീക്കെൻഡിൽ എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ട്, മാർക്കറ്റിൻ്റെ എന്തെങ്കിലും ഭയങ്കരമായൊരു ന്യൂസോ കാര്യങ്ങളോ അഫക്റ്റ് ചെയ്യാനുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വീക്കെൻഡിൽ തന്നെ കാണാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത മൺഡേ കാണാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് വീക്കെൻഡിലോ അല്ലെങ്കിലോ മൺഡേയിലോ കാണാം. ഓക്കെ, bye bye, see you.